ഞാൻ ഈ പറയുന്ന 8 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും. 8 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്ത് ഒരു FIR ഇടിയിക്കണമെങ്കിൽ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നിങ്ങൾ കൊടുക്കുന്ന പരാതി ജെനുവിനാണ് എന്നുണ്ടെങ്കിൽ പോലീസിന് FIR ഇടാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പരാതിയുടെ സത്യസംഗതികൾ തുടക്കത്തിലെ തന്നെ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടുന്ന ചുമതലയൊന്നും പോലീസിനില്ല. അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി വരുന്ന പ്രൊസീജിയറുകളാണ്. FIR ഇട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് FIR ഇട്ട് ലഭിക്കുവാൻ നിങ്ങൾക്ക് നിയമപ്രകാരം അവകാശമുണ്ട്, അധികാരമുണ്ട്. രണ്ടാമതായി, ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു ഭവനമുണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ചില ആളുകൾക്ക് വീടുകളില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും മൗലിക അവകാശമാണ് അവർക്ക് ഒരു വീടുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ആളുകൾക്ക് ഇട്ടുകൊടുക്കുക. മൂന്നാമതായി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഓർഡർ കൊടുത്ത ഭക്ഷണ പദാർത്ഥത്തോടൊപ്പം ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും പദാർത്ഥങ്ങൾ ലഭിക്കുകയുണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാവുന്നതാണ്. അത് FSSAI വഴിയോ അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ട് വഴിയോ എല്ലാം നിങ്ങൾക്ക് പോകാവുന്നതാണ്. കോമ്പൻസേഷൻ നേടാവുന്നതാണ്. കോമ്പൻസേഷൻ നിങ്ങൾക്ക് ഒരു പക്ഷേ 1 ലക്ഷം രൂപ വരെ ലഭിച്ചേക്കാം. ഇനി നാലാമതായി, നിങ്ങളുടെ വൈഫ് ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ കൂടി സന്ദർഭോചിതമായി ചില സമയങ്ങളിൽ ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ക്രൂവൽറ്റിയാണ്, അതൊരു മാനസിക പീഡനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിവാഹമോചനത്തിന് മുതിരാനായി സാധിക്കുകയില്ല. അത് സ്ത്രീകളുടെ ഒരു അവകാശമാണ്, ചില സന്ദർഭങ്ങളിൽ ലൈംഗിക താല്പര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. ഇനി അഞ്ചാമതായി, നിങ്ങളെ എല്ലാ കേസുകളിലും വാറണ്ടിൽ പിടിക്കുവാൻ സാധിക്കുമോ? ഇല്ല. ചില കേസുകളിൽ വാറണ്ടില്ലാതെ, മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്നും വാറണ്ടില്ലാതെ നിങ്ങളെ പിടിക്കുവാൻ സാധിക്കില്ല. അത് പൊതുവെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ പൊതുവെ ചെയ്യുന്നത് നോൺ കോഗ്നിസബിൾ ഒഫൻസിലാണ്. അതായത് അത്ര കണ്ട് സീരിയസ് അല്ലാത്ത കേസുകളിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതി അല്ലെങ്കിൽ വാറണ്ട് വേണം. ഇനി ആറാമതായി, ഒരു വ്യക്തിയെയും ആ വ്യക്തിക്കെതിരെയുള്ള ഒരു സാക്ഷിയാക്കി നിർത്തുവാൻ നമ്മുടെ നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ, നമ്മളെ പോലീസ് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ, പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നാൽ ആ വ്യക്തിയെ, പിടിച്ച പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ പ്രതിയെ കൊണ്ട് തന്നെ ആ പ്രതിക്കെതിരെയുള്ള ഒരു സാക്ഷ്യം പറയിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിന് നിയമം അനുവദിക്കുന്നില്ല. പക്ഷേ സംഭവിക്കുന്നുണ്ടാകാം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിയാക്കപ്പെട്ട വ്യക്തി ഒരു പക്ഷേ തനിക്കെതിരെ തന്നെ സാക്ഷ്യം പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നിയമപരമായി അതിന് യാതൊരു സാധുതയുമില്ല. അത്തരം സാക്ഷ്യങ്ങൾ ഒരു പ്രതിക്കെതിരെയും ഒരു കോടതിയിലും നിൽക്കുന്നതല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ആ പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ആ പ്രതിക്കെതിരെ സാക്ഷി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതിനെല്ലാം ശേഷമാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഏഴാമതായി, ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രതിയെ പോലീസ് പിടിച്ചാൽ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തിക്ക് ആവശ്യമായ ചികിത്സ നൽകുക എന്നുള്ളത്. ആരോഗ്യം നിലനിർത്താൻ വേണ്ടുന്ന ചികിത്സ നൽകുക എന്നുള്ളത് ആ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി എട്ടാമതായി, ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ ആ പ്രതിക്ക് ഇഷ്ടപ്പെട്ട ഒരു വക്കീലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് കാണേണ്ടതുണ്ട് എന്ന് പറയുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ആ പ്രതിക്കുണ്ട്. അപ്പോൾ
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം വന്നാൽ പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. താങ്ക് യു.